നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ തേർഡ് സെഷൻ, ഓറിയന്റേഷൻ സെഷൻ ആണ്. നിങ്ങളുടെ സിലബസ്, അതായത് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, MA ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും പഠിക്കാൻ പോകുന്നത്, സബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ആതിര മാം പറയുന്നതായിരിക്കും. സോ വെൽക്കം യു ആതിര മാം, ഓവർ ടു യു. ഓക്കെ, അപ്പൊ ശ്രുതി, അർച്ചന, വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ സെഷൻ എടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പഠിക്കാനുള്ള ഡേയ്സ് ഇനിയും മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. സോ അതുകൊണ്ട് എന്തായാലും നമുക്ക് സെഷനിലോട്ട് നേരിട്ട് പോവാം. ഐ തിങ്ക് ഞാൻ ഓഡിബിൾ ആണ് എന്നുള്ളത് ആരെങ്കിലും ഒരാൾ നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ പ്ലീസ്? ഓഡിബിൾ ആണ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഹനമാം എനിക്ക് ആ PPT ഒന്ന് ഷെയർ ചെയ്ത് തരുമോ? ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 1985 ഒരു പാർലമെന്ററി ആക്ട്. ഓക്കെ, അപ്പൊ 1985 ഒരു പാർലമെന്ററി ആക്ടോട് കൂടിയിട്ട് ഇഗ്നു നിലവിൽ വരുന്നു. മെയിൻ ആയിട്ടും അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി, ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ തുടങ്ങാനായിട്ടുള്ള കാരണം, ഇന്ത്യയിലെ വിവിധമായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള സ്വപ്നം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബിസി സ്കെഡ്യൂളിനിടയിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾക്കിടയിലും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇഗ്നു വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നു ആണ്. ഇന്ത്യക്ക് പുറത്തും ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഓക്കെ സോറി, അപ്പോൾ നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ടാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നാക് A++ ഗ്രേഡോട് കൂടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. നമ്മുടെ പ്രസിഡന്റ് ഡയറക്ട്ലി നോമിനൽ വൈസ് ചാൻസലർ ആയിട്ടും കൂടി നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് വരുന്നുണ്ട്. സോ PSC, UPSC പോലുള്ള എല്ലാ എക്സാംസിനും ഇല്ലെങ്കിൽ എല്ലാ അതോറിറ്റിയും സാങ്ഷൻഡ് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇപ്പോ പ്രിഫർ ചെയ്തിരിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, MA ഹിസ്റ്ററി ആണ്. MAHI എന്നാണ് നമ്മുടെ പ്രോഗ്രാം കോഡ് വരുന്നത്. ഹനമാം നെക്സ്റ്റ് സ്ലൈഡിലോട്ട് ഒന്ന് പോകും. ഓക്കെ, അപ്പൊ നമ്മള് മാസ്റ്റേഴ്സ് ആണല്ലേ. സോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു നെയിം ഞാൻ പറഞ്ഞു, MAHI എന്നാണ്. അതായത് ഇത് ഓഫർ ചെയ്യുന്നത് ഇഗ്നുവിലെ തന്നെ വിവിധ സ്കൂൾസ് ആയിട്ടുള്ള, അതായത് ഇഗ്നുവിൽ ഒരുപാട് സ്കൂൾസ് ആണ് നമുക്ക് പല കോഴ്സുകളിൽ പല പ്രോഗ്രാംസും ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് ആർട്സ്, അങ്ങനെ കുറെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ കീഴിലാണ് ഈ മാസ്റ്റർ ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരുന്നത്. സോ ഈ ഒരു പ്രോഗ്രാം നമുക്ക് 2 വർഷത്തെ ഡ്യൂറേഷൻ ആണ്. പക്ഷെ എന്താണ്, നമുക്ക് ഒരു റിലാക്സേഷൻ പീരീഡ് ഉണ്ട്. 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് 4 വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. സോ ഇതിൽ ഓരോ ഈ പ്രോഗ്രാമിനെ ഒരുപാട് കോഴ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ കൺഫ്യൂഷൻ വേണ്ട, പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതായത് BA ഹിസ്റ്ററി, MAHI ഉണ്ട് കേട്ടോ. ഇപ്പൊ വന്ന് റിവൈസ് ചെയ്തതിൽ MAHI എന്നാണ് നമ്മുടെ കഴിഞ്ഞ ജാൻ 24 തൊട്ടിട്ട് നമ്മുടെ സബ്ജക്റ്റിന്റെ അല്ല പ്രോഗ്രാമിന്റെ കോഡ് വരുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു പ്രോഗ്രാം പഠിക്കുമ്പോൾ ഇതിൽ ഓരോ കോഴ്സുകൾ, അതായത് ഒരു കോമ്പിനേഷൻ ഓഫ് കോഴ്സുകളാണ്. കോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഓരോ പേപ്പറാണ്. അപ്പൊ ആ ഓരോ പേപ്പറുകളെയും നമ്മൾ ബ്ലോക്സ് ആയിട്ടും അതിൻ്റെ ഉള്ളിൽ യൂണിറ്റ്സ് ആയിട്ടാണ് എന്തുള്ളത്, കണ്ടന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഒരു ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ് നമ്മുടെ വാല്യുവേഷൻ വരുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓരോ പ്രോഗ്രാമിനും നമ്മൾ കൊടുക്കുന്ന, ഓക്കെ മാം നെക്സ്റ്റ് സ്ലൈഡ് തന്നെ എടുത്തോളൂ. ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്ന, അതായത് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റുഡന്റ് പഠിക്കുന്നതിന്റെ, സ്റ്റുഡന്റിന്റെ വർക്ക് അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ കോൺടാക്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. സോ അങ്ങനെ നമുക്ക് ക്രെഡിറ്റ്സ്, അതായത് യൂണിവേഴ്സിറ്റി നമുക്ക് മാർക്സിന് പകരം എന്താണ്, നമ്മൾ പഠിക്കുന്ന സമയത്തിന് ഒരു ഇതായിട്ട് അതിനൊരു റിവാർഡ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റി നമുക്ക് എന്ത് തരുന്നു, ക്രെഡിറ്റ് തരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ടുള്ള ഒരു പേരായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എന്താണ്, നമ്മൾ പഠിക്കുന്ന ആ ഒരു അവേഴ്സിനെ യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നത് ഇത്ര ക്രെഡിറ്റ് എന്നുള്ള രീതിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇത്ര അവേഴ്സോ പഠിക്കണം എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. സോ ഒരു ക്രെഡിറ്റ് നമ്മൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര മണിക്കൂർ പഠിക്കുക, അതായത് 30 hours ഓഫ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ക്രെഡിറ്റ് കിട്ടാനായിട്ടുള്ളത് നമ്മൾ പഠിക്കുന്നത് എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. സോ അതനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് എന്താണ്, നമ്മുടെ ടെക്സ്റ്റ് വായിക്കുന്നതും ഒരു ക്ലാസ് കേൾക്കുന്നതും അല്ലെങ്കിൽ യൂട്യൂബിൽ അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ മറ്റു പല പേപ്പേഴ്സിലും അതുമായി ബന്ധപ്പെട്ട് നോക്കുന്നു, ഇതൊക്കെ നമുക്ക് എന്താണ്
നമ്മുടെ സ്റ്റഡി അവേഴ്സിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ക്രെഡിറ്റ് അത്രയേ ഉള്ളൂ. ഒരു 30 hours ഓഫ് അവർ സ്റ്റുഡന്റ് പഠിക്കുകയാണെങ്കിൽ ആ സ്റ്റുഡന്റ് എന്താണ് 1 ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അർഹനായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മാം നെക്സ്റ്റ് സ്ലൈഡിലോട്ടൊന്ന് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 2 വർഷമാണ്. മാം അതിന്റെ മുന്നത്തെ ജസ്റ്റ് അതിന് മുന്നത്തെ ഒരു സ്ലൈഡ് ഒന്ന് എടുക്കൂ. ഇപ്പൊ എടുത്ത സ്ലൈഡ്. നമുക്ക് 2 വർഷത്തെ പ്രോഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 6 കോഴ്സസ്, അതായത് 6 പേപ്പർ പഠിച്ചെഴുതാനായിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ നമുക്ക് 7 കോഴ്സസ് ആണ് പഠിച്ചെഴുതാനായിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ നമുക്ക് 13 കോഴ്സ്, അതായത് 13 പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം എഴുതിയിരിക്കണം, അല്ലെങ്കിൽ 13 പേപ്പർ നമ്മൾ പഠിച്ചിരിക്കണം. സോ ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 80ലാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2, റിലാക്സേഷൻ പീരീഡ് 4 വർഷം കേട്ടോ. അപ്പോൾ ഈ 6 പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോ പേപ്പറിന്റെ ക്രെഡിറ്റിനും ഡിഫറൻസ് ഉണ്ട്. സോ ആ പേപ്പറിന്റെ ക്രെഡിറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വാലുവേഷനും വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓരോ സെമിസ്റ്ററിൽ 20 ക്രെഡിറ്റ് എന്നുള്ള രീതിക്ക് അങ്ങനെ ടോട്ടലി നമുക്ക് എത്ര ക്രെഡിറ്റ് വരുന്നുണ്ട്? ടോട്ടലി നമുക്ക് 80 ക്രെഡിറ്റിലാണ് എക്സാം വരുന്നത്. ഓക്കെ, നേരത്തെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ഓരോ കോഴ്സിന്, അതായത് ഓരോ പേപ്പറിനെ ബ്ലോക്കുകളായിട്ടും യൂണിറ്റുകളായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം, നെക്സ്റ്റ് സ്ലൈഡിലോട്ടൊന്ന് പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഏതൊക്കെ പേപ്പർ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 6 പേപ്പറാണ് എഴുതാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓരോ പേപ്പറിന്റെയും ക്രെഡിറ്റിന് ഡിഫറൻസ് ഉണ്ട്. അതനുസരിച്ച് അതിന്റെ മാർക്കിലും ആ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇനി ഓരോ പേപ്പറിന്റെയും ഏതൊക്കെയാണ് പേപ്പർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് പേപ്പർ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് പേപ്പർ വരുന്നത് കോഡ് എപ്പോഴും നിങ്ങൾ ഈ കോഴ്സിന്റെ കോഡ്, അതായത് ഈ പേപ്പർ കോഡ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധയിൽ വെക്കണം. സോ ഫസ്റ്റ് പേപ്പർ വരുന്നത് എന്താണ്? MHI 101 ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. സോ നമുക്കറിയാം, ചരിത്രം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് പലപ്പോഴും പല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവും, പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് UG ഏതൊരു സ്ട്രീം ആണെങ്കിൽ പോലും PG നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിസ്റ്ററി ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും പല ബേസിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് ഹിസ്റ്ററി എപ്പോഴും നമ്മൾ പഠിക്കുന്നത് എന്താണ്? കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാണ് അല്ലെ. സോ ആ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് സോഴ്സസ് ഉണ്ടായിരിക്കണം. ആ സോഴ്സസിനെ പറ്റിയൊക്കെ നമുക്ക് അറിയണം. ദെൻ അതിനെ നമുക്ക് കൃത്യമായ രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പഠനമാണ് എങ്ങനെയായിരുന്നു ആ സമൂഹം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. സോ അതിനെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് MHI 101 എന്ന് പറയുന്ന പേപ്പർ, അതായത് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റീസ് എന്ന് പറയുന്ന പേപ്പർ വരുന്നത്. സോ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഴയ സമൂഹം, അതായത് നമ്മുടെ ഏൻഷ്യന്റ്, അതായത് പുരാതന കാലം മുതൽക്ക്, അതായത് സ്റ്റോൺ ഏജസ് മുതൽക്ക് ബ്രോൺസ് ഏജസ് തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് മീൻസ് സിവിലൈസേഷൻസ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആയിട്ടുള്ള നമ്മൾ ഗ്രീക്ക്, ചൈന ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ റോമിന്റെ റിവല്യൂഷൻ കാണുന്നു. ദെൻ ആ ഒരു പീരീഡിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഫ്യൂഡലിസം ആ പേപ്പറിൽ പഠിക്കുന്നു. അതിനുശേഷം ഒരു മീൻസ് മോഡേൺ പീരീഡിന്റെ ഒരു അവിടേക്ക് എത്തുന്ന വരെ, മോഡേൺ വേൾഡിലോട്ട് നമ്മൾ കാലെടുത്ത ആ ഒരു ട്രാൻസിഷൻ പീരീഡ് വരെയുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ എന്താണ് മെയിൻ ആയിട്ടും ഇവിടെ ഈ ഒരു ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? സോഷ്യൽ ഹിസ്റ്ററിയാണ്. അതായത് ആ സൊസൈറ്റീസ് എങ്ങനെയായിരുന്നു, ആ സമൂഹം എങ്ങനെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്, അവരുടെ ജീവിതചര്യകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആ സമൂഹത്തിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള രീതിക്ക് കുറച്ചും കൂടി എന്താണ് സോഷ്യൽ ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പേപ്പറാണ് വരുന്നത്. 6 ക്രെഡിറ്റ് ആണ് നമുക്ക് അതിന് വരുന്നത്. നെക്സ്റ്റ് പേപ്പർ വരുന്നത് MHI 104 പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ഏജസ് ആണ്. അത് തിയറി പേപ്പർ ആണ്. അത് കുറച്ചും കൂടി 8 ക്രെഡിറ്റ്സിനാണ് വരുന്നത്. അപ്പൊ 8 ക്രെഡിറ്റ് ഒരു പേപ്പർ വരുന്നത്. സോ ഈ ഒരു പേപ്പർ എന്താണ് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ കാലഘട്ടങ്ങളിലും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ലൈക്ക് എങ്ങനെയായിരുന്നു, കിങ്ഷിപ്പ് ബേസ്ഡ് ആയിരുന്നോ, അതേപോലെ തന്നെ ഒലിഗാർക്കി ആയിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ള രീതി പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ടും നോക്കുന്നത്. സോ ഏൻഷ്യന്റ് മീഡിയവൽ സൊസൈറ്റീസിലാണെങ്കിലും നമുക്കൊരു 10-23ഓളം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിലും നമുക്ക് ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലാണെങ്കിലും നമുക്ക് എന്ത് വരുന്നുണ്ട്, അത്യാവശ്യം പേപ്പേഴ്സ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് പേപ്പർ ഏതാണ്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമി ആണ്. ഇന്ത്യൻ എക്കോണമി ഫസ്റ്റ് ആണ്.
അപ്പോൾ ആ ഒരു പീരീഡിൽ ഇതിവിടെ എന്താണ്, നമ്മൾ എക്കണോമിക് ഹിസ്റ്ററി എങ്ങനെയാണ് ഓരോ കാലഘട്ടങ്ങൾ, അതായത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമി ഏർലിയസ്റ്റ് ടൈംസ് മുതൽ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു പുരാതന കാലം മുതൽക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു, ട്രേഡ് എങ്ങനെയായിരുന്നു, കൊമേഴ്സ് എങ്ങനെയായിരുന്നു, ദെൻ അവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ആസ് പെർ അവരുടെ ഒരു ട്രേഡ് ആൻഡ് കൊമേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു നമ്മുടെ MHI 105 എന്ന് പറയുന്ന പേപ്പർ വരുന്നത് കേട്ടോ. ദെൻ നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിലോട്ട് വരുമ്പോൾ വരുന്ന ഫസ്റ്റ് പേപ്പർ ആണ് മോഡേൺ വേൾഡ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ്ലി നമ്മൾ MHI 101 നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെ വരെയാണ്, ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്, മോഡേൺ വേൾഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിൻ ആയിട്ടും നമ്മുടെ ഇതുണ്ടല്ലോ, ലൈക്ക് റിനൈസൻസ് പീരീഡ് മുതൽക്ക്, അതായത് മോഡേൺ വേൾഡിലോട്ടുള്ള ഫസ്റ്റ് കാൽവെപ്പായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, നവോത്ഥാനമാണ് അല്ലെ. നവോത്ഥാനത്തിലൂടെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ്, ലൈക്ക് അത് പ്രിന്റിംഗ് ആ ഒരു മേഖലകളിലും ഇല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും, ട്രേഡിലാണെങ്കിലും കൊമേഴ്സിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും കൾച്ചറിലൊക്കെ ആണെങ്കിലും റിഫ്ലക്ട് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാണ് എൻറ്റയർ എന്താണ് ഒരു മോഡേൺ വേൾഡിന് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മളിനി നമ്മളെ ഏൻഷ്യൻ മീഡിയവൽ സൊസൈറ്റീസ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കും. സോ അതിനുശേഷം വരുന്ന വേൾഡിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് എവിടെ വരെ ഡിസ്കസ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20th സെഞ്ചുറി വരെ, അതായത് നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം വരുന്ന ഒരു കാലഘട്ടം കൂടി, നമ്മൾ കോൾഡ് വാർ ഇറ എൻഡ് ആവുന്നതിനോട് കൂടി വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പേപ്പറിലാണ്, ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന പേപ്പറിലാണ് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, കൊളോണിയലൈസേഷൻ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. ദെൻ MHI 106 സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ഏജസ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മുടെ ഈ ഇന്ത്യൻ സമൂഹങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും എങ്ങനെയായിരുന്നു, അതായത് സ്റ്റോൺ ഏജസിൽ എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ സമൂഹം നിലനിന്നിരുന്നത്, ദെൻ അതേപോലെ തന്നെ വേദിക് ആയപ്പോഴേക്കും ഇല്ലെങ്കിൽ ഹാരപ്പയിൽ എങ്ങനെയായിരുന്നു, അങ്ങനെ അവിടെ ഇന്ത്യയുടെ സോഷ്യൽ ഹിസ്റ്ററി ആണ് നമ്മൾ നോക്കുന്നത്. മെയിൻ ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഹൗ ദ സൊസൈറ്റി വാസ് ഫോംഡ് ഇൻ ഈച്ച് പീരിയഡ്സ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പേപ്പർ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദെൻ നെക്സ്റ്റ് MHI 107 എന്ന് പറയുന്ന പേപ്പറിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന പേപ്പർ, അതായത് ഇവിടുത്തെ ബാക്കിയായിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ മിഡീവൽ പീരീഡ് തൊട്ടുള്ള എക്കോണമി എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കഷൻ വരുന്നത്. സോ സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ഏജസും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ഏജസും എന്താണ് 8 ക്രെഡിറ്റ്സിൽ വരുന്ന പേപ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ വെക്കുക കേട്ടോ. നമ്മൾ സെക്കൻഡ് ഇയർ ആവുമ്പോൾ എന്താണെന്നുള്ളത് ഡീപ്പായിട്ട് നമ്മൾ വീണ്ടും പറയും. എന്നാലും ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന പേപ്പർ ഹിസ്റ്റോറിയോഗ്രഫി ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പർ ആണ്. സോ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഒരു PG ലെവലിലെ ആ ഒരു എന്താ പറയാ നമുക്ക് എസെൻസ് കിട്ടുന്ന ഒരു പേപ്പർ വരുന്നത്. അതായത് നമ്മൾ എങ്ങനെ ഹിസ്റ്ററി എഴുതും, ഇല്ലെങ്കിൽ ഓരോ ചരിത്രകാരന്മാരും എങ്ങനെയാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്, എങ്ങനെ നമ്മൾ നമുക്ക് ചരിത്രത്തെ റീകൺസ്ട്രക്ട് ചെയ്യാൻ എന്ത് വേണം, സോഴ്സസ് വേണം അല്ലെ. സോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലും മാത്രമേ നമുക്ക് ചരിത്രം എഴുതാനായിട്ട് പറ്റുള്ളൂ. സോ ആ തെളിവുകളെ എങ്ങനെ മനസ്സിലാക്കാം, അവയെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. അതുകൂടാതെ തന്നെ ഓരോ രീതിയിലുള്ള യൂറോപ്യൻ ഇന്ത്യക്ക് പുറമെയുള്ള ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് ചരിത്രത്തെ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ചരിത്രത്തെ എങ്ങനെയാണ് അവർ നോക്കി കണ്ടിട്ടുള്ളതെന്നും ഇന്ത്യയിലുള്ള നമ്മൾക്ക് ചരിത്രപരമായിട്ട് എങ്ങനെയാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്, ഇല്ലെങ്കിൽ പല ഹിസ്റ്റോറിയോഗ്രഫിക്കൽ ചരിത്ര രചന ശാസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആണ്. നമുക്കറിയാം 1857 നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ശിപ്പായി മുട്ടണി എന്നുള്ള പല രീതിയിലൊക്കെ വരുന്നുണ്ട്. അത് അവിടെ തൊട്ട് നമ്മുടെ നാഷണൽ മൂവ്മെന്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ, നമ്മുടെ കൊളോണിയൽ ആ ഒരു അധിനിവേശത്തിനെതിരെ. സോ അത് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ഈ 2 പേപ്പേഴ്സ് നമുക്ക് 8 ക്രെഡിറ്റ്സിനാണ് വരുന്നത്. അപ്പൊ അത് എത്ര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് എലക്ടീവ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും 2 പേപ്പർ ഉണ്ട്. ഒന്ന് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യയിൽ എങ്ങനെയാണ് മീൻസ് ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള പല തിയറീസും പല ചിന്തകന്മാരും തിങ്കേഴ്സ് സ്കോളേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതും, അല്ലെങ്കിൽ ഗാന്ധിസ് പൊളിറ്റിക്കൽ തോട്ട്. ഗാന്ധിസ് പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്നതും അത്യാവശ്യം വലിയൊരു പേപ്പറാണ്. നിങ്ങൾ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ തോട്ട് അല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചുള്ളൂ എന്ന് വിചാരിക്കരുത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഓരോ വ്യൂസും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ പേപ്പർ. നിങ്ങൾക്ക് ഇതിൽ ഏത് പേപ്പർ വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. സോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്.
ഇനി സെക്കൻഡ് ഇയറിലെ 4th സെമിസ്റ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് എൻവയറോൺമെന്റൽ ഹിസ്റ്ററീസ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ വരുന്നുണ്ട്. അതൊരു തിയറി പേപ്പർ ആണ്, 8 പേപ്പറിന്റെ. അതായത് എങ്ങനെയാണ് മീൻസ് സമൂഹം എങ്ങനെ മീൻസ് നമ്മുടെ ലൈക്ക് നമ്മുടെ എൻവയറോൺമെന്റ് എന്തോരം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തെ ഫോം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻവയറോൺമെന്റൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മീൻസ് ഇതിനെ സാധ്യമാക്കിയിട്ടുള്ളത്. കാരണം കുറെ യൂണിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ഇന്ത്യക്ക് ഉണ്ട് അല്ലെ. ലൈക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മുകളിൽ എന്താണ്, ഏറ്റവും മുകളിൽ നോർത്തേൺ സൈഡിൽ നമുക്ക് ഹിമാലയാസ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും താഴെ നമുക്ക് കടലിനാൽ ബന്ധപ്പെട്ട ഇന്ത്യൻ ഉപദ്വീപ് എന്നാണ്, ഇന്ത്യൻ ഐലാൻഡ്സ് എന്നാണ് നമ്മൾ മീൻസ് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഭാഗവും നമുക്ക് എന്താണ്, വാട്ടർ കവേർഡ് ആണ്. മുകളിലാണെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരുണ്ട്, ഹിമാലയാസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഈ ഒരു എൻവയറോൺമെന്റിന്റെ മീൻസ് റിലേറ്റഡ് ആയിട്ട് ചരിത്രം അറിയാലോ. മനുഷ്യനും എൻവയറോൺമെന്റ് എന്ന് പറയുന്നത് ഇന്റർ ഡിപെൻഡന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനിലും എൻവയറോൺമെന്റിന് മാറ്റങ്ങൾ ഉണ്ടാക്കാം, അതേപോലെ തന്നെ മനുഷ്യനിലും മാറ്റങ്ങൾ ഉണ്ടായി. മനുഷ്യന്റെ പ്രവൃത്തികളിൽ ഈ മനുഷ്യൻ ഇപ്പൊ നിശ്ചയിക്കുന്ന വിധിക്ക് അനുസരിച്ച് ആവണമെന്നില്ല എൻവയറോൺമെന്റ് ചേഞ്ച് ആവും. സോ അങ്ങനെ എങ്ങനെയാണ് മീൻസ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കുന്ന പേപ്പറാണ് അത്. പിന്നെ അർബനൈസേഷൻ ഇന്ത്യ 1 എന്ന് പറയുന്നതും അർബനൈസേഷൻ ഇന്ത്യ 2 എന്ന് പറയുന്ന 2 പേപ്പേഴ്സ് ആണ്. അത് 6 ക്രെഡിറ്റ്സിനാണ് വരുന്നത്. അപ്പൊ ഈ അർബനൈസേഷൻ ഇന്ത്യ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ അർബനൈസേഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്, ഹാരപ്പന് തുടങ്ങുന്നുണ്ട് അല്ലെ. സോ ഹാരപ്പനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പിന്നെ വേദിക്കിൽ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, പിന്നെ നമ്മൾ മൗര്യൻ എംപയറിന്റെ സമയത്ത് ഉണ്ടാവുന്ന, ദെൻ അവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അർബനൈസേഷൻ എന്ന് പറയുന്നത് പല ഫേസസിലായിട്ടുണ്ട്. സോ അതൊക്കെ ഡിസ്കസ് ചെയ്ത് വരുന്ന പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ അക്കാദമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഹന മാം നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് എടുക്കോ. ഓക്കെ, ഇനി നമ്മുടെ കോഴ്സ് കംപ്ലീഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഹന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഹന മാം നമ്മുടെ സൈക്കോളജി മെന്റർ ആണ്. മാം, ഓവർ ടു യു. ഹലോ എവ്രിവൺ. നമ്മൾക്ക് ഇത്രയും നേരം ആതിര മാം നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്, കോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു നിങ്ങളുടെ MA ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കുള്ള ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ്? നിങ്ങൾക്കുള്ള ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഇവാലുവേഷൻ ആണുള്ളത്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ട്, ടേം ആൻഡ് എക്സാമിനേഷൻ ഉണ്ട്. ടേം ആൻഡ് എക്സാമിനേഷൻ കണ്ടിന്യൂസ് അല്ല, അതെന്ന് പറയുന്നത് നമുക്ക് ഇയർലി വരുന്ന എക്സാമിനേഷൻ ആണ് വരുന്നത്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അസൈൻമെന്റ് ആണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ അസൈൻമെന്റിന്റെ 30% മാർക്കും നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ 70% മാർക്കും എടുത്തിട്ടാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടാവുക. സോ അസൈൻമെന്റ് എന്ന് പറയുമ്പം ഹാൻഡ് റിട്ടൺ ആണ്. നമ്മൾ കൈകൊണ്ട് എഴുതി, നമ്മൾ +1 +2 ചെയ്ത പോലെ അസൈൻമെന്റ് നമ്മുടെ A4 ഷീറ്റിൽ എഴുതിയിട്ട് പിന്നെ എന്താ ലാസ്റ്റ് നമ്മൾ കെട്ടിയിട്ട് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് അസൈൻമെന്റ് എന്ന് പറയാം. എല്ലാ തിയറി പേപ്പേഴ്സിനും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 100 മാർക്കിലാണ് ഓരോ അസൈൻമെന്റും വരുന്നുണ്ടാകുക. സോ ഈ അസൈൻമെന്റ് നമ്മൾ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് അവർ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അവർക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവര് ഏത് സമയത്താണ് നിങ്ങളിപ്പോ ഒരു ജൂലൈ ബാച്ച് ആവുന്ന സമയത്ത് അടുത്ത ജൂണിന് മുന്നായിട്ട് ഒരു മാർച്ച് ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് തരും, അക്നോളജ്മെന്റ് സ്ലിപ്പ് തരും. ഈ സ്ലിപ്പ് നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റിന്റെ ഒരു കോപ്പി, നമ്മൾ എഴുതി വെച്ച അസൈൻമെന്റിന്റെ ഒരു കോപ്പി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് വെച്ചാലും മതി. നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ അസൈൻമെന്റ് മിസ്സായി പോവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഷോർട്ട് കാറ്റഗറി പിന്നെ ലോങ് എസ്സേ എന്നുള്ള രീതിയിൽ 2 രീതിയിലാണ് അസൈൻമെന്റ് എഴുതുന്നുണ്ടാവുക. അപ്പൊ അത് 35% ആണ് നമ്മളുടെ അസൈൻമെന്റ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇയർലി ആണ്. നമ്മളിപ്പോ ഈ ഇഗ്നോ 2 സൈക്കിളായിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നുണ്ടാവും. ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും. നിങ്ങളിപ്പോ ജൂലൈ ബാച്ച് ആയതുകൊണ്ട് അടുത്ത ജൂണിലാണ് നിങ്ങൾക്ക് എക്സാം വരിക. ഇനി അടുത്ത ജൂൺ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂണിൽ നമുക്ക് ഏതെങ്കിലും പേപ്പർ എഴുതാൻ പറ്റാണ്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഡിസംബറിലും എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ ഡിസംബറിലും ജൂണിലും ആയിട്ടാണ് ഇഗ്നോ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. ഓക്കെ,
അതെ, അത് ഈ ടേം ആൻഡ് എക്സാമിനേഷൻ അഥവാ TEEക്കും 35% വേണം പാസ് ആവണമെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫെയിൽഡ് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഇതുപോലെ അല്ലെങ്കിൽ വരുന്ന ഡിസംബറിൽ ആ എക്സാം പേപ്പർ എഴുതിയെടുക്കേണ്ടി വരും. ഗ്രേഡിംഗ് സ്കീമാണ് നമുക്ക് വരുന്നത്. അഥവാ നമുക്ക് ഗ്രേഡിംഗ് ആണ് വരുന്നത്. ഇപ്പം A+ അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണുന്നുണ്ടാവുക. അത് ഗ്രേഡ് എന്ന് പറയുന്നത് 10, 9, 8 അങ്ങനെ ആയിട്ട് വരും. O എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് 85%ഉം അതിന് മുകളിൽ കിട്ടിയ ആൾക്കാർക്ക് O ആണ് വരിക, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് വരിക. A+ എന്ന് പറയുന്നത് എക്സലന്റ് ആണ്, അഥവാ 75 to 85 ഇതിന്റെ ഇടയിൽ പെർസെന്റേജ് ഉള്ളവർക്ക് A+ ആണ് വരിക. A ആണെങ്കിൽ 65 to 75 റേഞ്ചിലുള്ളവർക്ക് A, ദാറ്റ് ഇസ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട്. B+ എന്ന് പറയുമ്പോൾ അത് 7 ആണ് ഗ്രേഡ് വരെ. 55 to 65 റേഞ്ച് പെർസെന്റേജ് വരുന്ന കുട്ടികൾക്കാണ് B+ വരെ, അഥവാ ഗുഡ് ആയിട്ട് വരും. പിന്നെ B എന്ന് പറയുന്നത് എബവ് ആവറേജ്, അത് 50 to 55% ആണ് വരിക. C എന്ന് പറയുന്നത് ആവറേജ് ആണ്, അത് 40 to 50% ഇതിന്റെ ഇടയിലുള്ള പെർസെന്റേജിനാണ് C വരിക. D എന്ന് പറയുന്നത് പാസ് മാർക്കാണ്. 35 കിട്ടി, 35ന്റെ 40ന്റെ ഇടയിൽ വരുമ്പോഴാണ് D വരിക, പാസ് മാർക്ക്. ഇനി ഈ 35 കിട്ടിയില്ല, 35ലും കുറവാണ് കിട്ടിയതെങ്കിൽ അത് ഫെയിൽ ആയിട്ടാണ് കണക്കാക്കുക, F എന്നാണ് വരിക. അപ്പൊ നമ്മളത് പിന്നെയും ആ എക്സാം എഴുതി പാസ് ആവേണ്ടി വരും. പിന്നെ നമ്മൾ ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ AB എന്നാണ് കാണിക്കുക, ആബ്സെന്റ് എന്നുള്ള രീതിയിലാണ് കാണിക്കുക. ഇതാണ് നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെയും അതുപോലെ ടേം ആൻഡ് എക്സാമിനേഷന്റെയും കാര്യങ്ങളിൽ പറയാനുള്ളത്. സോ നിങ്ങളുടെ ഈ ഒരു സെഷനിൽ എന്തൊക്കെയാണ് നമ്മളുടെ ഒരു സിലബസും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതും അതുപോലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് സിസ്റ്റത്തിലൊന്നും ഡൗട്ട് വരണ്ട കേട്ടോ, കാരണം നമുക്ക് ഓൾറെഡി മാർക്സിലാണ് എക്സാം എഴുതാനായിട്ട് വരിക. റിസൾട്ട് വരുമ്പോഴും നമുക്ക് മാർക്സിൽ തന്നെ വരുന്നതായിരിക്കും. സോ അത് പ്രശ്നമുള്ള കേസ് അല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി നമ്മുടെ നിങ്ങൾ PG ആണ്, ഡിഗ്രിക്ക് നിങ്ങൾ ക്രെഡിറ്റ് സിസ്റ്റം തന്നെയായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കുക. നമുക്ക് ക്രെഡിറ്റിലല്ല മാർക്കിലാണ്, അപ്പൊ കുറച്ചും കൂടി നമുക്ക് ഈ വാലുവേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് 4 മാർക്സ് ആണല്ലോ. സോ ഇവിടെ നമുക്ക് കറണ്ട് വന്നല്ലേ? കറണ്ട് വന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ മെന്റർ അതോ ആതിര മാം അയച്ചു തരുന്നുണ്ടാവും. ഇത് ജസ്റ്റ് കാണിച്ചു തരാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ കോഴ്സിനെ പറ്റി ഇപ്പൊ പരിചയപ്പെട്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ആ കോഴ്സിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടാവല്ലേ, ഇനി മാം പറഞ്ഞു തന്ന ആ ഒരു രീതിയിൽ ഒന്ന് നോക്കുന്നുണ്ടാവും. അപ്പൊ അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മളൊന്ന് ഒരു ആഡ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ 30 സെക്കൻഡ്സ് എങ്ങാനുള്ള ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ മെന്റർക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ സബ്ജക്ട്സിൽ ഏത് സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ ടീച്ച് ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾക്ക് ടീച്ച് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവുന്നത്, അത് എന്തുകൊണ്ടാണെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കണം. ഇതാണ് നിങ്ങളുടെ ഈ ഒരു സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ഫയല് മാം അയച്ചു തരുന്നുണ്ടാവും കേട്ടോ.